എസ്.പിക്ക് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുള്ള പോസ്റ്ററിൽ പരാതി. യുവമോർച്ചയാണ് കന്റോൺമെന്റ് എ.സി.പിക്ക് പരാതി നൽകിയത്. ശാലിനിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശാലിനി, എന്തായാലും കൃത്യമായി തന്നെ പരാതി നൽകിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് ഫൈൻ ആർട്സിൽ വികലമായി ചിത്രം വരച്ചുകൊണ്ടുണ്ടായ വിഷയത്തിൽ ഇപ്പോൾ പോസ്റ്ററിൽ യുവമോർച്ചയാണ് കന്റോൺമെന്റ് എസ്.പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ശാലിനി അല്പസമയത്തിനകം തന്നെ ചേരുന്നതാണ് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. വളരെ വികലമായ രീതിയിൽ തന്നെയാണ് വന്നത്. ശാലിനി, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആരിസി, അല്പസമയം മുമ്പാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യുവമോർച്ചയുടെ നേതൃത്വം പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇത്തരത്തിൽ അപമാനിച്ചതിൽ, അതും വളരെ മോശമായ രീതിയിൽ അപമാനിച്ചതിൽ ചിത്രങ്ങളടക്കം വരച്ചുകൊണ്ട് പ്രദർശിപ്പിച്ചവർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് യുവമോർച്ച ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് എ.സി.പിക്കാണ് ഇത്തരത്തിൽ എസ് നന്ദു, സ്റ്റേറ്റ് മീഡിയ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള യുവമോർച്ചയുടെ പ്രതിനിധി, പരാതി നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം നഗരഹൃദയത്തിലുള്ള ഗവൺമെന്റ് ഫൈനാൻസ് കോളേജിലെ ചില വിദ്യാർത്ഥികളാണ് കോളേജ് പരിസരത്ത് ഈ പാഠ്യക്കൂട്ടങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട് പോസ്റ്ററുകൾ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന, അധിക്ഷേപിക്കുന്ന രീതിയിൽ വരച്ചു വെച്ചത്. ഈ സംഭവത്തിൽ ഔദ്യോഗിക പ്രതികരണം കോളേജിന്റെ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ നൽകിയിരുന്നില്ല. ഈ സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പൽക്കെതിരെയും ഒപ്പം ഈ ചിത്രങ്ങൾ വരച്ചത് ആരൊക്കെയാണ്, ഏതൊക്കെ വിദ്യാർത്ഥികളാണ് എന്ന് കണ്ടെത്തി അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുകയും ചെയ്യുന്നത്. സമൂഹത്തിൽ സ്പർദ്ധയും വിദ്വേഷവും വളർത്തുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പൊതുസമാധാനം തകർക്കാൻ ഇടയാക്കുന്ന പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ തന്നെ ഇത്തരം കലാപ ആഹ്വാന ശ്രമങ്ങൾ അടിയന്തരമായി തടയുകയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും സമൂഹത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതിനുള്ള ഗൂഢാലോചനകൾക്ക് പിന്തുണ നൽകുകയും ചെയ്തതായി ആരോപിക്കപ്പെടുന്ന പ്രിൻസിപ്പലിനെയും ഒപ്പം തന്നെ പോസ്റ്ററുകൾ തയ്യാറാക്കിയ വിദ്യാർത്ഥികൾക്കെതിരെ നിലവിലെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പരമാവധി ശിക്ഷയും നടപടിയും വേണമെന്നുള്ളതാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ ചിത്രങ്ങൾ ഫൈനാൻസ് കോളേജിന്റെ ചുവരുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. വളരെ മൃഗീയമായ രീതിയിൽ, വളരെ മോശമായ രീതിയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന ചിത്രങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ നിയമ നടപടി യുവമോർച്ചയുടെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുകയും അത് പരാതിയായി ഇപ്പോൾ പോലീസിന്റെ മുൻപാകെ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഏത് തരത്തിലുള്ള നടപടി ഇനി പോലീസ് സ്വീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ആര്യശ്രീ. യെസ്, വ്യക്തമാണ്. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.